ആബ്സോർഡ് വീൽസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ നാളിന് ശേഷം, അതായത് ഒരു റെസ്റ്റോറേഷനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അതും മാരുതിയുടെ വണ്ടിയാണ്. അത് 84 എഡിഷനാണ് വണ്ടി. അറിയാലോ, ആദ്യത്തെ മാരുതി 800. നമ്മൾ ആ വണ്ടിയെ ആകെ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒരു ഡീറ്റെയിൽസും അറിയില്ല. നമ്മളിന്ന് പോയിട്ട് ആ വണ്ടി നോക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അഖിലാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അഖിലുണ്ട്, അഖിലിൻ്റെ ഫ്രണ്ട്സുണ്ട്. ഇത് അഖിലാണ്. അഖിലൊരു ഹായ് പറഞ്ഞേ. ഹായ്. പിന്നീട് നമുക്ക് അരുണുണ്ട്. അരുൺ ഹായ്. അതുപോലെ തന്നെ നമുക്ക് ശരണുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. പോയതിന് ശേഷം വണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അഖിലാണ് വണ്ടി എടുക്കുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ സ്റ്റാർട്ടിങ് തൊട്ടുള്ള എൻഡ് വരെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ അതിനകത്ത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്, എന്താണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ടെൻഷൻ മാത്രമല്ല, വളരെ സർപ്രൈസ് ആയിട്ടിരിക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷമുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കുകയാണ്, വേറെ വഴിയില്ല അകത്തോട്ട് കയറാൻ. ഇനിയിപ്പോൾ താക്കോലുണ്ടോ? താക്കോലില്ല. ഇതിനകത്ത് വണ്ടി കാണാൻ കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും മതിൽ ചാടേണ്ടി വരും. ഏതൊരു വഴിയുണ്ടല്ലേ? ബാ. ഒരു പുതിയ വണ്ടിയാണെങ്കിൽ ഷോറൂമിൽ പോയി എടുത്താൽ മതി. പഴയ വണ്ടി ആകുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് കഷ്ടപ്പാടൊക്കെ സഹിക്കേണ്ടി വരും. കുറ്റിക്കാടൊക്കെ ചാടിയാണ് പോകുന്നത്. അമ്മ അകലെ സെപ്റ്റിക്കിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. താടാ സൂക്ഷിച്ച്. എല്ലാരും സൈഡിലോട്ടൊന്ന് മാറണേ. നിങ്ങൾ കണ്ടോ, ഇതാണ് നമുക്ക് ചാടാനുള്ളത്. ഡാ, ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് ചാടി വരാൻ പറ്റത്തില്ല. ശരണ, ക്യാമറ ഒന്ന് പിടിക്കോ? അങ്ങനെ അങ്ങ് ചാടല്ലേ ചേട്ടോ. കേട്ടോ മാഫി മുഷ്കിൽ കൈ പിടിച്ചോ. സെറ്റ് വാ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് ചാടിയാ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ എന്തായാലും എന്താ വണ്ടി ഇതാണ്, നോക്കിയോ. ആരും പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ലല്ലേ. അപ്പോൾ ബ്രോയുടെ പേരെന്ന് പറഞ്ഞേ? അപ്പോൾ അപ്പുണ്ണിയാണ് നമുക്ക് വണ്ടി സെറ്റാക്കി തന്നത്. അപ്പുണ്ണിയുടെ ബ്രദറിൻ്റെയാണ് വണ്ടി. ഇപ്പോൾ നമ്മുടെ സാധനം എന്താ ഇതാണ്. നിങ്ങൾ ഇത്രയും വിചാരിച്ചില്ലല്ലേ. എന്തായാലും എൻജിനുണ്ട്, ഓട്ടോ കണ്ടീഷനാണ്. ഓക്കെ, എയർ ഫിൽറ്റർ ഊരി എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പാമ്പൊന്നും കാണത്തില്ലല്ലേ? മലമ്പാമ്പൊന്നും ഉണ്ടെങ്കിലേ ഉള്ളൂ. ചെടിയുണ്ട്, ചെടിയും കാര്യങ്ങളെല്ലാം അകത്തുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു റൗണ്ട് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പാമ്പൊക്കെ ഉണ്ടോ നോക്കണേ. ഇങ്ങോട്ട് മാറാ, എടുക്കട്ടാ. വ്ലോഗ് ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? സത്യം പറഞ്ഞാൽ ഇതിനകത്ത് സീറ്റൊക്കെ അടിച്ചിട്ടിട്ട് വണ്ടി കുറേ കാലമായിട്ട് ഉപയോഗിക്കാതെ കിടന്ന് കുളമായി കിടക്കുക. മീറ്ററൊക്കെ നോക്കി. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 130 വരെയൊക്കെ വണ്ടി എൻജിൻ പക്കയാണെന്നുണ്ടെങ്കിൽ കയറുന്നൊരു പ്രത്യേകത. എന്തായാലും വണ്ടി അടിപൊളിയാണ്. ഓക്കെ, ഈ ഡോറ് തുറന്ന് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ഗ്ലാസ് ഡിക്കിയോട് കൂടി ഓപ്പൺ ചെയ്യുന്നല്ലേ. കുറച്ച് പാച്ച് വർക്ക് ഉണ്ടെങ്കിലേ, കുറച്ച് പാച്ച് വർക്ക് ഉണ്ട്. ഇതെല്ലാം എന്തായാലും സെറ്റ് ചെയ്യണം. അഖിലിതാ ബാക്കിൽ ഇനി ഊരി എടുക്കണം. അതെന്തായാലും ഊരി എടുക്കേണ്ടി വരും കേട്ടോ. എല്ലാം വർക്കാണ്. പക്ഷേ കുറച്ച് റിസർവേഷൻ വർക്ക് നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സൈഡ് കാണാൻ പറ്റുമല്ലേ. ഇതായിരുന്നു വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ. നിങ്ങൾ നോക്കിയാൽ മതി. പാമ്പ് വല്ലതും ഉണ്ടെങ്കിൽ ബാബ സുരേഷിനെ വിളിക്കേണ്ടി വരും. ഇത് കണ്ടോ, ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. ഗ്ലാസ് ഒട്ടും കാണാൻ പറ്റത്തില്ല. എന്ത് കാണിച്ച് കാലിലെല്ലാം എന്തൊക്കെയോ സാധനം കുത്തി കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. ഈ വണ്ടിയാണ് നമുക്കിനി റെസ്റ്റോറേഷനൊക്കെ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി എടുക്കേണ്ടത്. അതിനകത്ത് എന്താ ഇരിക്കുന്നത്? ഇതിനകത്തൊരു ഹെഡ്ലൈറ്റ് ഇരിപ്പുണ്ട്. അത് ഈ വണ്ടിയുടെ അല്ല, വാഗനറിൻ്റെ എങ്ങാണ്ടൊരു ഹെഡ്ലൈറ്റാണ്. വേറെ വർക്ക്ഷോപ്പിലെ സാധനങ്ങളാണ്. എന്താ കാണിച്ച് അവരുടെ അതൊന്നും കൊടുത്ത ആക്സിഡൻറ്റ് താക്കോലില്ലാതെ എല്ലാം ഉണ്ടല്ലേ. ബ്രേക്കുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, സാധനങ്ങളെല്ലാം ഉണ്ട്. ഇനി എവിടെയൊക്കെ ഉള്ളതെന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുള്ളൂ. ഗിയർ ബോക്സ് വീഴുന്നുണ്ടോ?
വീഴുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇറക്കാം. ഇതൊക്കെ ഓർക്കാം. നമ്മൾ വിചാരിച്ചത് അത്രയും വിജയിപ്പിച്ച് കിടക്കുകയല്ല. കുഴപ്പമില്ല. ഞാനപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇനിയാണ് നമ്മൾ വിലയുടെ കാര്യം സംസാരിക്കാൻ പോകുന്നത്. അതും കൂടെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണും, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണത്തില്ല. എനിവേ, എന്തായാലും നമ്മൾ അതിൻ്റെ ഓണറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് റെഡിയാക്കിയതിന് ശേഷം ഇതിന് വിലയൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു മോഹ വിലയാണ്. ഇത് ഇങ്ങനെ വിൻറ്റേജ് വണ്ടികൾ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും കക്ഷിയെടുത്ത് പോയി വിലയും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വരും, ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഡ്രോപ്പ് ചെയ്യും. എന്തായാലും വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിവിടെ എത്തിയിട്ട് നമ്മൾ വണ്ടിയുടെ കാര്യങ്ങൾ അതിൻ്റെ ഓണറോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് വീണ്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. കമ്പനി ആയാലും അല്ല, ഫ്രണ്ട്ഷിപ്പായി. ആരെങ്കിലും കൊണ്ടുപോയി അതേപോലെ മെയിൻ ചെയ്ത് ഉപയോഗിക്കട്ടെന്ന് വിചാരിച്ചു. നിങ്ങളന്ന് മറ്റേ വണ്ടി വേറെ പഴയ സ്കൂട്ടറുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളിത് ഡീലാക്കിയത് ഇത് വ്ലോഗ് ആവത്തുള്ളൂ. അത് ആലോചന വേണം. അപ്പം നമുക്ക് അതിൻ്റെ RC ബുക്കും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, വണ്ടി പോകാം. നമ്മളതിൻ്റെ RC ബുക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നമ്മൾ ശരിക്കും അതിൻ്റെ ബുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ വേറൊരു സാധനം കണ്ടു, ഒരു KLT രജിസ്ട്രേഷൻ. നിങ്ങൾ കണ്ട ഒരു KLT രജിസ്ട്രേഷൻ, ഒരു ബുള്ളറ്റാണ്. ആൾ കുറച്ച് വിൻറ്റേജ് ഇഷ്ടമുള്ള ആളാണേ. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ വീൽസ് കണ്ടോ, അതിൻ്റെ റിംസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ചേട്ടാ, ഈ ഒരു അബിൻ എന്താ പറയുന്നത്? സൈക്ലബ് എന്ന് പറയാം. സൈക്ലബ്. ഇത് എത്ര മോഡലാണ്? 1961 മോഡൽ ബുള്ളറ്റാണ്. നമ്മൾ ആ 800 എടുക്കാൻ വന്ന ചേട്ടൻ്റെ വണ്ടിയാണിത്. എൻ്റെ പേപ്പേഴ്സ് എല്ലാം കറണ്ട് അല്ലേ? എല്ലാം കറണ്ട്. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന വണ്ടിയല്ലേ? അപ്പോൾ നമ്മൾ വന്നത് ഒരു പുലിയെ തിരക്കിയിട്ടാണ്. കാര്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. ഒറ്റ അടിക്ക് വണ്ടി സ്റ്റാർട്ടായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ബുള്ളറ്റിൻ്റെ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും ബുള്ളറ്റിൻ്റെ വീഡിയോ അല്ല, നമ്മൾ ആ ചേട്ടൻ്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ആളുടെ കയ്യിൽ കുറേ വിൻറ്റേജിൻ്റെ കളക്ഷനുണ്ട്. ഇപ്പോൾ ഈ വണ്ടി നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. സൈക്കിളപ്പാണ്. ഇതിപ്പോൾ ആ ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇനിയിപ്പോൾ കാറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നോക്കാം. വണ്ടി ഡീലായി. അപ്പോൾ ഈ വീഡിയോ എന്തായാലും എക്സ്ക്ലൂസീവായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വിനേഷേട്ടൻ. വിനേഷേട്ടൻ ഒരു ഡൈ ഹാർഡ് ഒരു വിൻറ്റേജ് ഫാനാണ്. വിൻറ്റേജ് വണ്ടികളൊക്കെ ഒരുപാടുണ്ട് ആളുടെ കയ്യിൽ.
അപ്പോൾ വിനീഷേട്ട ഒരു ഹായ് പറഞ്ഞു ഫാബ്സ് ഓൺ വീൽസിലോട്ട്. അപ്പോൾ ഇത് ഓൾറെഡി അരുൺ ഞാൻ പരിചയപ്പെട്ടു. അഖിലാണ് നമ്മുടെ ഇര ഇന്നത്തെ ഇര. പിന്നെ അപ്പുണ്ണി അറിയാമല്ലോ, അപ്പുണ്ണി ഇനി ഒരുപാട് വീഡിയോയിൽ വരും. സിദ്ധു ശരൺ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ റെസ്റ്റോറേഷൻ വർക്കുകളെല്ലാം വരും. ഇനി ഇവരുടെ കയ്യിൽ കുറേ കളക്ഷൻസ് വിൻ്റേജിൻ്റെ ഉണ്ട്. എന്തായാലും നമ്മളത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഇനി കൊണ്ടുവന്ന കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറയുന്നതാണ്. എന്തായാലും ഇപ്പോഴത്തേക്ക് വിടാം.